വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിക്കാവിന് സമീപത്തെ മഠത്തിൽ തൊടി രുക്മിണിയുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. വീടിനകത്തുണ്ടായിരുന്ന രുക്മിണി സമീപവാസികളെ മൊബൈൽ ഫോണിലൂടെ അറിയിച്ചതിനെ തുടർന്ന് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1 മണിക്കൂറോളം 2 പേർ വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചതായും രുക്മിണി പറയുന്നു. ഈ സമയം അത്രയും ഭയന്ന് വീടിനുള്ളിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നതും ജീവൻ വരെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലായിരുന്നുവെന്നും അവർ പറയുന്നു. വാതില് ചിറ്റിയാണോ ആമറാണോ എന്താണോന്ന് അറിയും. അതുകൊണ്ടുള്ള മേട്ടം കൂടിയോടുകൂടെ ഞാൻ കൂട്ടുകാരിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ വായോ, അല്ലെങ്കിൽ ഇവരെന്റെ കഴുത്ത് എന്തായാലും ഇവിടെ എടുത്ത് വയ്ക്കും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവരുടെ പൊരിഞ്ഞ വർത്തമാനമാണ് എന്ന് പറഞ്ഞു. അവള് അടുത്ത വീട്ടിൽ പോയി അവരെന്നെ വിളിച്ചു. ഈ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം ആരും ഒന്നും അറിയുന്നില്ല. പിന്നെ വേറെ 2-3 കോളിക്ക് വിളിച്ചപ്പോൾ പിന്നെ 2 പേരും കൂടി വന്ന് അവരൊരു 4-5 പേര് വന്നപ്പോൾ വണ്ടിയിലാണ് വന്നത്, ബൈക്കിലാണ് അവർ വന്നത്. അതോടുകൂടെ അവർ ഓടി, പാടത്തേക്ക് ഇറങ്ങി ഓടി. ഇതിനു പുറമെ ബുധനാഴ്ച രാത്രിയും സമീപത്തെ പ്രിയയുടെയും ഓമനയുടെയും ഹംസയുടെയും വീടുകളിൽ മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചു. പ്രിയയുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുകാരറിഞ്ഞതിനെ തുടർന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. ഈ ചേച്ചി രാത്രി 12:30 വിളിച്ചു. 12:30 അരമണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ 1 മണി 1:30 ആയിരുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു വീട്ടിലും കൂടി പോയി. അവരെ വീട്ടിൽ ചെന്ന് വിളിച്ചു. അപ്പൊ അവരൊന്നും വിളി കേട്ടില്ല. അപ്പൊ പിന്നെ വേറൊരു നമ്പർ ഉണ്ടായിരുന്നു, വേറൊരു കൂട്ടുകാരുടെ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ചു. അവരുടെ ഭർത്താവിനോട് ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അവരുടെ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു. അവരും എൻ്റെ ഭർത്താവ് ആദ്യം വണ്ടി എടുത്ത് വന്നു ഇവരെ വീട്ടിലേക്ക്. അവര് 2 പേരും കൂടി കൂടെ വന്നു. അപ്പോഴേക്ക് ഇവരെ പൂട്ടൊക്കെ തല്ലി പൊളിച്ച് കള്ളന്മാര് പോയി, പാടത്തേക്ക് ഇറങ്ങി. ഇവര് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അത്രേ. പിന്നെ വേറെ ഒരു കടയിൽ കയറിയെന്ന് പറയുന്നുണ്ട്. അവരെ കട ഒക്കെ തുറന്നിട്ടായിരുന്നു, ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ പോലീസ് വന്നു. പോലീസ് ഇവരെ വീട്ടില് ഈ ചേച്ചി പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് അവര് വന്നത്. പിറ്റേ ദിവസമാണ് അവര് പരാതി കൊടുത്തത്. അന്ന് രാത്രി അവര് പോലീസുകാർ ഇവിടെ വന്നു. രാത്രി 12 മണിക്ക് വന്നു. പിന്നെ ഇപ്പൊ ഇന്നലെ തൊട്ടൊരു വീട്ടിലും കൂടി ചെന്നു. അവിടെ വാതില് തള്ളി സ്റ്റൂളൊക്കെ മറിഞ്ഞപ്പോഴാണ് മോനും അവളും താമസിക്കുന്നു. ഒരു ഭർത്താവൊന്നുമില്ല. അപ്പൊ അടുത്ത ആൺകുട്ടിയാണ്. ആ കുട്ടി അവന്റെ കൂട്ടുകാർക്കൊക്കെ വിളിച്ചു. കൂട്ടുകാരൊക്കെ വന്നു, കുറെ ആൾക്കാർ കൂടി കുട്ടികള് ഒക്കെ നോക്കിയപ്പോ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. രുക്മിണിയും പ്രിയയും പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പ്രദേശത്തെ വീടുകളിൽ മോഷ്ടാക്കൾ കയറുന്നത് കുറുവാ സംഘമാണോ എന്ന ആശങ്കയിലാണിവർ. യുവാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ സംഘടിച്ച് കള്ളന്മാരെ പിടികൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. മോഷ്ടാക്കൾ എത്തുമ്പോൾ സന്ദേശം കൈമാറാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. BCV ന്യൂസ്, ഷൊർണൂർ.